ഏറെ സ്നേഹവും ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവ്വലോകവും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സർവാധിരാജനായ ജഗന്നിയന്താവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും സസൂക്ഷ്മം പാലിച്ചുകൊണ്ട് തഖ്വ നിറഞ്ഞ ഒരു ജീവിതവുമായി മുന്നോട്ട് പോകണമേ എന്ന് ഇവരെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ആ രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ സാധിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഭക്തി നിർഭരമായ ജീവിതത്തിൻ്റെ കാര്യത്തിൽ സദാസമയം ആലോചിക്കുകയും ചിന്തിക്കുകയും അതിനു വേണ്ടി ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ വളരെയേറെ സന്തോഷത്തോടുകൂടി വരവേറ്റ ആ പുണ്യ റമദാൻ, പുണ്യത്തിന്റെ പൂക്കാലമായിട്ടുള്ള വിശുദ്ധ റമദാനിനെ മനസ്സുമായി പിരിയാൻ ഇഷ്ടമില്ലാതെ ഏറെ നാളെ ആഗ്രഹിച്ചുകൊണ്ട് തങ്ങളിലേക്ക് വന്നിട്ടുള്ള ആ അതിഥിയെ പിരിയാൻ താല്പര്യമില്ലാതെ, ആഗ്രഹിക്കാതെ വിശ്വാസികൾ അവരുടെ ഇബാദത്തുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യവിശ്വാസികൾ അവരുടെ മനസ്സിൽ വളരെയേറെ വേദനകൾ റഹ്മാനായ നാഥന്റെ മുമ്പിൽ ഒരാളും അറിയാതെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന അനർഘങ്ങളായ നിമിഷങ്ങളിലൂടെയാണ് ഈ റമദാനിന്റെ അവസാനത്തെ 25-ാം രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ മനസ്സ് ആകമാനമുള്ളത്. ഈ ഘട്ടത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ അവന്റെ മനസ്സിൽ ഉടക്കി നിൽക്കേണ്ടതുണ്ട്. 2 കാര്യങ്ങൾ. അതിലൊന്ന്, ഈ പരിശുദ്ധ റമദാനിലെ കഴിഞ്ഞുപോയ എൻ്റെ ദിനങ്ങൾ എങ്ങനെയായിരുന്നു, ഏതു രൂപത്തിലായിരുന്നു എന്ന ഒരു പരിശോധന. പ്രിയപ്പെട്ടവരെ, ആ പരിശോധന തീർച്ചയായും നമുക്ക് ഫലം ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ അതിനൊരു ഗുണമുണ്ടായിരിക്കും. രണ്ടാമത്, ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലെടുക്കേണ്ട ദൃഢമായ തീരുമാനങ്ങളുമുണ്ട്. കഴിഞ്ഞതിനെപ്പറ്റി പരിശോധന നടത്തി അതോടൊപ്പം തന്നെ കമ്മികൾ നികത്തി വരുംകാല ജീവിതത്തെ ഏറ്റവും നല്ല നമ്മുടെ ജീവിതത്തെ പരലോകത്തേക്ക്, അതിന്റെ വിജയത്തിലേക്ക് നയിക്കുന്ന ഉതകുന്ന പ്രവർത്തനങ്ങളാക്കി മാറ്റാനും ആ പരലോകത്തെ പരാജയത്തിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുവാനുമുള്ള ദൃഢനിശ്ചയത്തിന്റെ പ്രത്യേക സമയമാണ് നമ്മളിലൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മൾ ഇന്നലകളെ കുറിച്ച് ചിന്തിക്കേണ്ടത്? കഴിഞ്ഞ ദിനങ്ങളെക്കുറിച്ച് എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്? വിശുദ്ധ ഖുർആന്റെ അവതരണ മാസമായ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ അവതരണ മാസമായി നമ്മൾ ആഘോഷിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വ്രതത്തിന്റെ ഏറ്റവും വലിയ ആത്മാവായിക്കൊണ്ട് പറഞ്ഞത് നോമ്പിന്റെ തുടക്കം മുതൽ അല്ല, നോമ്പിന്റെ മുമ്പ് തന്നെ നമ്മൾ കേൾക്കുകയും ഓർമ്മ വച്ച നാൾ മുതൽ ഈ ആയത്ത് നമ്മുടെയൊക്കെ മനോമുഖരങ്ങളിൽ രൂഢമൂലമായി ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആയത്തല്ലേ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടിയാണ്. കാരണം തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ് പടച്ച റബ്ബ് സ്വീകരിക്കുക. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു അവരിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ. എല്ലാവരിൽ നിന്നും സ്വീകരിക്കുവാനുള്ള ബാധ്യത പടച്ച റബ്ബിനില്ല. കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ മുഴുവൻ കർമ്മങ്ങളും സ്വീകരിക്കുക എന്ന് റബ്ബ് ഏറ്റിട്ടില്ല, ഒരാൾക്കും വാക്കു കൊടുത്തിട്ടുമില്ല. മറിച്ച് അല്ലാഹു പറയുന്നത്, നിങ്ങൾ കർമ്മം ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കർമ്മത്തിന്റെ അടിസ്ഥാനവും നിദാനവും എന്താ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയിട്ടാ പ്രിയപ്പെട്ടവരെ തഖ്വ അളക്കേണ്ടത്? ഞാൻ നിങ്ങളുമൊക്കെ തഖ്വയുടെ അളവുകോലായിട്ട് നമ്മൾ എടുക്കുന്നത് പലരും പല ആളുകളുടെയും വേഷഭൂഷാദികളിലേക്കും കോലങ്ങളിലേക്കും അവരുടെ രൂപങ്ങളിലേക്കും ഒക്കെ നോക്കിയിട്ടാ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ എവിടെയാണ് തഖ്വ അളക്കുവാനുള്ള കേന്ദ്രമെന്നും അവിടുത്തെ സ്വന്തം നെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 3 തവണ അത്തഖ്വ ഹാവുന അത്തഖ്വ ഹാവുന അത്തഖ്വ ഹാവുന എന്ന്
3 തവണ തന്റെ നെഞ്ചകത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് തഖ്വ അളക്കുവാനുള്ള കേന്ദ്രമെന്നും അവിടുത്തെ സ്വന്തം നെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 3 തവണ പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആ തഖ്വയുടെ കേന്ദ്രത്തെക്കുറിച്ചുമാണ് നമ്മോട് സൂചിപ്പിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക, അവിടമാണ് നന്നാകേണ്ടത്, അവിടെയാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത്, അവിടെയാണ് മനുഷ്യന് മാറ്റം കൊണ്ടുവരേണ്ടത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ഒരു അവയവമുണ്ട്, ഒരു മാംസപിണ്ഡമുണ്ട്. ആ മാംസപിണ്ഡം ശുദ്ധിയായാൽ, നന്നായാൽ അവന്റെ ശരീരം മുഴുവൻ നന്നായി. അതെങ്ങാനും കേടുവന്നാൽ, മോശമായാൽ, ചീത്തയായാൽ അവന്റെ ശരീരം മുഴുവൻ ചീത്തയായി. അലാ, നിങ്ങൾ അറിയണേ, വഹിയൽ ഖൽബ്, അതാണ് നിങ്ങളുടെ ഹൃദയം, അവിടെയാണ് തഖ്വയുടെ കേന്ദ്രം. അത്തഖ്വ ഹാഉന എന്ന് നമ്മളോട് ഓർമ്മിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കൽബ് സലീമായ കൽബായി മാറ്റാൻ സാധിക്കണം, സുരക്ഷിതമായിട്ടുള്ളൊരു കൽബാക്കി മാറ്റാൻ സാധിക്കണം. അള്ളാഹുവിന്റെ കോടതിയിൽ പ്രിയപ്പെട്ടവരെ അവർക്കേ ചാൻസ് ഉള്ളൂ, അള്ളാഹുവിന്റെ കോടതിയിൽ അവർക്കേ രക്ഷയുള്ളൂ. അള്ളാഹു ഗൗരവത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന സാന്ദർഭികമായിക്കൊണ്ട് നമുക്ക് വലിയൊരു ആശയം പഠിപ്പിച്ചു തരുന്നുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? അള്ളാഹുവേ, ഈ ജനങ്ങളെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിൽ, എല്ലാവരും കോടാനുകോടി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ഒരു നാളിൽ, അള്ളാഹുവേ വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, ആ നാളിൽ എന്നെ നീ നാണം കെടുത്തല്ല റബ്ബേ, എന്നെ നീ മോശക്കാരനാക്കല്ല റബ്ബേ, എന്നെ അപമാനിക്കരുത് എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ ചെയ്യുകയാണ്. എന്താണ് നാളെ റബ്ബിനോട് നമ്മൾ മനസ്സ് തട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്? ഈ നാളുകളിലൊക്കെ പ്രിയപ്പെട്ടവരെ, ആ നാളിന്റെ അവസ്ഥ എന്താ? പരലോകത്തെ കുറിച്ചുള്ള സ്ഥിതി എന്താ? യൗമല യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. ഈ അവസരത്തിൽ പരിശുദ്ധ റമളാന്റെ 10-24 ദിവസങ്ങൾ യാത്രയായപ്പോ 25-ാം രാവിന്റെ ആ നിറസാന്നിധ്യം നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോ, ഈ ദിവസങ്ങൾ നമ്മൾ ഇന്ന് പിന്നോട്ട് പോകുമ്പോ, ഈ വ്രതം നമ്മുടെ മനസ്സിനെ കഴുകിയിട്ടുണ്ടോ? ഈ വ്രതം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചിട്ടുണ്ടോ? നമ്മുടെ കൽബിന്റെ എല്ലാ ചളികളിൽ നിന്നും കഴുകി വൃത്തിയാക്കാൻ ഈ ദിനങ്ങൾ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഹൃദയങ്ങളെ വലിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന, ഞെരുക്കി അമർത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് രോഗങ്ങളില്ലേ നമ്മുടെ ജീവിതത്തിൽ? നമ്മുടെ പെരുമാറ്റ മര്യാദയിൽ പ്രിയപ്പെട്ടവരെ, ആ രോഗങ്ങൾക്കുള്ള ഔഷധമുണ്ടല്ലോ, ആ രോഗങ്ങൾക്കുള്ള ഒരു മരുന്നുണ്ടല്ലോ, പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ തന്നെ അതിനെ വിശദീകരിക്കുകയാ, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാ. ഫീഹി ശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, ഫീഹി ശിഫാഉൽ ലിമാ ഫിസ്സുദൂർ. ഹൃദയങ്ങൾക്ക് ശാന്തിയുണ്ടതില്, ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടതില്, ഹൃദയങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള രോഗങ്ങൾക്കുള്ള ഒരു മരുന്നാണ് ഖുർആൻ. ചിന്തിക്കണം പ്രിയപ്പെട്ടവര്, പരിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുക. അതുകൊണ്ട് നമ്മുടെ കൽബിനെ നമ്മൾ ശുദ്ധിയാക്കണം. തഖ്വ ഇവിടെയാണ് എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ, ഇതാണല്ലോ പ്രിയപ്പെട്ടവരെ നന്നാകേണ്ടത്. നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കണം. ഒരു മാസത്തെ പരിശീലനം കൊണ്ട് നമ്മൾ ഹൃദയങ്ങൾ സലീമായിട്ടുണ്ടോ? ഇത്രയും ദിവസം നമ്മൾ നോറ്റ നോമ്പ് കാരണത്താൽ, നമ്മൾ നമസ്കരിച്ച നമസ്കാരം കാരണത്താൽ, നമ്മളെടുത്തിട്ടുള്ള ദാനധർമ്മങ്ങൾ കാരണത്താൽ, നമ്മളെടുത്തിട്ടുള്ള ദിക്റുകൾ കാരണത്താൽ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ, എന്റെ ഹൃദയത്തെ നിർമ്മലമാക്കാൻ ഈ വ്രതങ്ങൾ കൊണ്ടും ഇബാദത്തുകൾ കൊണ്ടും എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ചിന്തിക്കേണ്ട അവിടെയാണ് പ്രിയപ്പെട്ടവരെ. അസൂയ നിറഞ്ഞ മനസ്സിന്റെ ഉടമയാണോ ഞാൻ? പ്രയാസങ്ങൾ നിറഞ്ഞ മനസ്സിന്റെ ഉടമയാണോ? വിദ്വേഷം നിറഞ്ഞു പൊന്തുന്ന മനസ്സിന്റെ ഉടമയാണോ ഞാൻ? പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ സ്വന്തക്കാരോടും ബന്ധുക്കളോടും ഒക്കെ കാരണങ്ങളില്ലാതെ ഏതൊക്കെയോ നിലയ്ക്ക് ബന്ധം വിച്ഛേദിച്ച ആളാണോ ഞാൻ? നമ്മൾ ആലോചിക്കേണ്ട വസ്തുതയാ. തീർന്നില്ല. മാതാപിതാക്കൾ, എന്റെ പൊന്നുപ്പയുണ്ടല്ലോ എന്റെ വീട്ടിൽ, എന്റെ പൊന്നുമ്മയുണ്ടല്ലോ എന്റെ വീട്ടിൽ, ആ ഉമ്മയോടുള്ള എന്റെ പെരുമാറ്റം എന്താ? ആ ഉമ്മയോടുള്ള എന്റെ ബന്ധത്തിന്റെ സ്ഥിതി എന്താ? അവരോട് പെരുമാറുന്ന രീതി എങ്ങനെയാ? അവരോട് കാണുമ്പോൾ ഞാൻ എന്റെ മുഖഭാവം, എന്റെ മുഖം ചൊളിച്ചുകൊണ്ടാണോ? അവരുടെ മുഖത്ത് സഹജീവികളുമായി ഒന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ പോലും എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള കിബറ്, എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള അഹങ്കാരം, എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആന്ത എന്നെ സമ്മതിപ്പിക്കില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാനും നിങ്ങളും എടുത്ത നോമ്പ് വേസ്റ്റ് അല്ലേ? ഞാനും നിങ്ങളും എടുത്ത നമസ്കാരം വേസ്റ്റ് അല്ലേ? ഞാനും നിങ്ങളും ചൊല്ലിയ ദിക്റുകൾ വേസ്റ്റ് അല്ലേ?
പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ട് കരഞ്ഞ കണ്ണുനീരുകൾ വേസ്റ്റ് അല്ലേ എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക. ഞാൻ നന്നാവുന്നത് ഒരാളും കാണാൻ വേണ്ടിയല്ല, ഒരാളെയും അറിയിക്കാൻ വേണ്ടിയല്ല, ഒരാളെയും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് എന്റെ അടക്ക് ഞാൻ എന്റെ മനസ്സിനെ അടുക്കി വരിക്കുന്ന അസൂയയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നുമൊക്കെ ഇങ്ങനെ നന്നാകുമ്പോ പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഒട്ടേറെ അസുഖങ്ങളൊക്കെ മനസ്സിന് വരിഞ്ഞു കൊടുക്കുമ്പോ അതിനെല്ലാം കഴുകിത്തുടച്ച് വൃത്തിയാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനാകുന്ന അതിഥിയില്ലേ, റമളാനാകുന്ന അതിഥിയില്ലേ, ആ ഈ രണ്ട് അതിഥികളും അതാ നാളെ റബ്ബിന്റെ കോടതിയിൽ ആരോരും സഹായത്തിനില്ലാത്ത പടച്ച റബ്ബിന്റെ കോടതിയിൽ അതാ നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുകയാ. നമ്മൾ പാരായണം ചെയ്ത പരിശുദ്ധ ഖുർആൻ, നമ്മൾ നോറ്റുകൊണ്ട് ദാഹവും വിശപ്പും ചൂടും പ്രയാസങ്ങളും സഹിച്ച് ക്ഷീണം സഹിച്ച് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന നോമ്പ് നാളെ റബ്ബിന്റെ കോടതിയിൽ മടങ്ങിച്ചെന്ന് എന്താണ് പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും കുറിച്ച് പറയാനുള്ളത്? കൃത്യമായി നമ്മൾ ആലോചിക്കുക. ഈ ഒരു സമയത്ത് നോമ്പ് അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ കോടതിയിൽ എത്തിയിട്ട് അള്ളാഹുവിനോട് സംസാരിക്കുന്നതാ. അതിന് വരവേറ്റ സന്തോഷത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ, ആ ഒരു ആഗ്രഹത്തോടുകൂടി മനസ്സോടുകൂടി ആ ഇഹ്തിസാബോടുകൂടി ഈമാനോടുകൂടി ആ പരിശുദ്ധ റമളാനിനെയും യാത്രയാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഈ മാസം കഴിച്ചു കൂട്ടിയത്, എന്റെ ഇന്നലകൾ എങ്ങനെയായിരുന്നു, നമുക്കതോർത്ത് കരയാൻ സാധിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ റമളാനിൽ ഒരിറ്റ് കണ്ണുനീർ പൊഴിക്കാൻ എന്റെ കണ്ണുകൾക്ക് സാധിച്ചിട്ടുണ്ടോ? നാം ചിന്തിക്കേണ്ട കാര്യം അതാ. ഒന്ന് കരയാൻ സാധിച്ചു പരിശുദ്ധ മാസത്തില്. മുൻഗാമികളായ ആളുകൾ കരഞ്ഞ് തളർന്ന് ഈ മാസത്തിൽ ഒരിക്കലെങ്കിലും പ്രിയപ്പെട്ടവരെ അവരുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഒരിറ്റ് കണ്ണുനീർ പൊഴിക്കാൻ എന്റെ മനസ്സുകൾക്കോ എന്റെ കണ്ണുകൾക്കോ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വന്നിട്ടുണ്ട്. എന്തിന്റെ പേരിലാ? പല സംഭവങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുമ്പോ ഞാനും നിങ്ങളും കരഞ്ഞിട്ടുണ്ട്. പല മരണങ്ങളെ കുറിച്ചും ഓർക്കുമ്പോ ഞാനും നിങ്ങളും കരഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് തികട്ടി വരുമ്പോ ഞാനും നിങ്ങളും കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ വിചാരണ ചെയ്യാനുള്ള പരലോക നാൾ ഇവിടെ അടുത്തെത്തിയിരിക്കുകയാ. അള്ളാഹു പറഞ്ഞില്ലേ പരിശുദ്ധ ഖുർആനിലൂടെ, എത്ര വ്യക്തമായിട്ടാ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇതാ ജനങ്ങൾക്ക് അവരുടെ വിചാരണ നാൾ ഇതാ അടുത്തെത്തിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പല്ലേ നമുക്ക് അവതരണമായത്. ആ 1400 വർഷങ്ങൾക്ക് മുമ്പും ആ ജനങ്ങളോട് പ്രവാചകൻ ഓതിക്കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ ഈ വചനം ഓതിക്കൊടുത്തിട്ടില്ലേ? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഗ്രിളൂൻ. ആ ജനങ്ങൾക്കും ഇത് ഓതിക്കൊടുത്തില്ലേ? പ്രിയപ്പെട്ടവരെ, വിചാരണ സമയമായിട്ട് പോലും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ, അതിനെക്കുറിച്ച് ആലോചിക്കാതെ അശ്രദ്ധരായി ജനങ്ങൾ കഴിഞ്ഞുകൂടുന്നല്ലോ. ഈ ഒരു അവസ്ഥയിലല്ലേ പ്രിയപ്പെട്ടവരെ നമ്മളുമുള്ളത്? നമ്മൾ ഈ വിചാരണ ചെയ്യേണ്ട ഒരു മാസമല്ലേ ഇത്? നമ്മളൊന്ന് പരിശോധിക്കേണ്ട മാസമല്ലേ? മറ്റൊരാളെ കുറിച്ച് പരിശോധിക്കാനല്ല, നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുക, നമ്മളെ കുറിച്ച് ആലോചിക്കുക, മറ്റൊരാളിലേക്ക് വിരച്ചുണ്ടാനല്ല. ആ തന്റെ സ്ഥിതി എന്താണെന്ന് ഓർത്തുകൊണ്ട് ഞാൻ തന്നെ വിചാരണ ചെയ്യുകയാ. മനുഷ്യ, നിങ്ങൾ വിചാരണ നടത്തണേ. വലിയ ഒരു വിചാരണ നിനക്ക് വരാനുണ്ട്. ആരോരും സഹായത്തിനില്ലാത്ത, കൂട്ടിനില്ലാത്ത, ഒരുത്തരും സഹായത്തിനോ കൂട്ടിനോ നിന്റെ അരികിലോ ഇല്ലാത്ത, വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു വല്ലാത്തൊരു സമയം നിനക്ക് വരാനുണ്ട്. അതുകൊണ്ട് ഒരുപാട് സംഗതി കേട്ടപ്പോൾ നമ്മുടെ മനസ്സിനെ അടുക്കി വരിച്ചപ്പോ നമ്മുടെ മനസ്സ് വിങ്ങിപ്പൊട്ടിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു മരണത്തിന്റെ മലായിക്കത്തുകള് ആ മരണത്തിന്റെ മുമ്പിൽ ഞാൻ കിടന്നു കൊടുക്കേണ്ടി വരുമല്ലോ എന്ന ദിവസത്തെ ആലോചിച്ചുകൊണ്ട് ഒരിട്ട് കണ്ണുനീർ പൊഴിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ചോദ്യമാ, നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാ പ്രിയപ്പെട്ടവരെ. അല്ലാഹുമ്മ ഇന്നലിൽ മൗതി സക്കറാത്ത്. അള്ളാഹുവിന്റെ തിരുദൂതർ നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയതമ ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടക്കുന്ന സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചില്ല പ്രിയപ്പെട്ടവരെ? പറഞ്ഞില്ലേ, ആയിഷ, എനിക്ക് മരണവേദനയുണ്ട് കേട്ടോ, എനിക്ക് മരണവേദന സഹിക്കാൻ സാധിക്കുന്നില്ല ആയിഷ. ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയാണ് കേട്ടോ, അടക്കാനാവാത്ത സഹനീയമായ വേദനയാണല്ലോ മരണത്തിന്. ആ മരണത്തിന്റെ വേദന കടുത്തതാണ് എന്റെ ഹബീബായ റസൂല് പറഞ്ഞു എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ
പറഞ്ഞ ആ മരണത്തെക്കുറിച്ച് ഒന്ന് ഓർത്തുകൊണ്ട് ആ മരണവേദന ഞാനും അനുഭവിക്കേണ്ടവരാണല്ലോ. നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ച വേദന ഞാനും അനുഭവിക്കേണ്ട ആണല്ലോ എന്നുള്ള ആ ഒരു ചിന്തിച്ചുകൊണ്ട് ഒരിറ്റി കണ്ണുനീർ പൊഴിക്കാൻ നമുക്ക് സാധിച്ചോ പ്രിയപ്പെട്ടവരെ? മലക്കുൽ മൗത്തിന്റെ വിളിക്ക് ഉത്തരം നൽകി അവരുടെ മുമ്പിൽ കിടന്നു കൊടുക്കേണ്ടി വരല്ലോ. അതാ നമ്മൾ മരിച്ച ശേഷം നമ്മളെ കട്ടിൽ മലർത്തിക്കിടത്തി ഒരു നിലയും വിലയും ഇല്ലാത്ത നമ്മളൊക്കെ ഇട്ട ഡ്രസ്സിന്റെ വില എത്രയാ പ്രിയപ്പെട്ടവരെ? 1000 2000 കൊടുത്തിട്ടല്ലേ ഞാനും നിങ്ങളും നമ്മൾ പാന്റും തുണിയൊക്കെ ധരിച്ചിട്ടുള്ളത്. എന്നാൽ അത്രയൊന്നും വിലയില്ലാത്ത കടയിൽ കിട്ടുന്ന ഏറ്റവും തുച്ഛമായ വിലക്ക് വാങ്ങിയിട്ടുള്ള 3 തുണി കഷ്ണത്തിൽ പൊതിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ തെക്ക് വടക്കായി വീടുകളിൽ കിടത്തുമ്പോ ആ കിടക്കുന്ന രംഗത്തെ കുറിച്ച് ആലോചിച്ച് ഒരിറ്റ് കണ്ണുനീർ പൊഴിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചോ? നമ്മളെ കാണാൻ ആളുകൾ വരുന്നല്ലേ, നമ്മളെ ബന്ധുക്കൾ വരുന്നു, കുടുംബക്കാർ വരുന്നു, മക്കൾ വരുന്നു, അങ്ങനെ നമ്മൾ അറിയുന്നവരും അറിയാത്തവരും നമ്മളിലേക്ക് വരുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മളെ മുഖം നോക്കിയിട്ട് സങ്കടത്തോടുകൂടി അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജനാസ അവർ നമസ്കരിക്കുന്നു, ആ ജനാസ കുളിപ്പിക്കുന്ന രംഗം. അതുപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും മുന്തിയ വസ്ത്രങ്ങൾ മാത്രം ഉടുത്തു പരിചയമുള്ള നമ്മൾ ഒരു വിലയുമില്ലാത്ത തുച്ഛമായ വിലക്ക് വാങ്ങിയിട്ടുള്ള ആ 3 തുണി കഷ്ടത്തിൽ ചലനമറ്റിട്ടുള്ള ശരീരം പൊതിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒന്നിനും കഴിയാത്തൊരു സന്ദർഭത്തിൽ ആ കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് സുഹൃത്തുക്കളെ ആ പൊതിഞ്ഞു കെട്ടുന്ന വരിഞ്ഞു നിറുക്കുന്ന ഒരു രംഗമില്ലേ? ആ രംഗത്തെ കുറിച്ച് ആലോചിച്ചൊന്ന് കരയാൻ എന്റെ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധിച്ചു. അതുപോലെ തന്നെ അങ്ങനെ പെരിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരെ മറക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്ക്. പടച്ചറപ്പിനെ മറന്നുകൊണ്ട് ഭൗതികതയിൽ മുഴുകി ജീവിക്കാൻ ഒരുപാട് കാരണങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? എണ്ണി നമ്മൾ പറയേണ്ടതില്ലല്ലോ. വീടിന്റെ പ്രശ്നങ്ങളായിരുന്നു നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ പ്രശ്നം, അല്ലെ? കുട്ടികളായിരുന്നു നമ്മുടെ പ്രശ്നം, നമ്മുടെ മക്കളായിരുന്നു, ജോലിയായിരുന്നു, ഭൗതികതയായിരുന്നു, മറ്റുള്ള കൂട്ടുകെട്ടായിരുന്നു, ചങ്ങാത്തമായിരുന്നു. അള്ളാന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലി കേൾക്കുമ്പോ ആ പള്ളിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ നമ്മുടെ സുഹൃത്തുക്കളായിരുന്നു തടസ്സം, നമ്മുടെ കൂട്ടുകാരായിരുന്നു തടസ്സം, നമ്മുടെ ജോലിയായിരുന്നു തടസ്സം, നമ്മുടെ മറ്റുള്ള വ്യവഹാരങ്ങളായിരുന്നു തടസ്സമെങ്കിൽ കാരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോ അങ്ങനെ സമ്പാദിച്ചു കൂട്ടുമ്പോ ഹക്കേതാണ് ബാത്തിലേതാണെന്ന് പോലും പരിഗണിക്കാതെ, ഹക്കേതാണ് ബാത്തിലേതാണെന്നും ചിന്തിക്കാതെ ആവശ്യമുള്ളതെല്ലാം വാരിക്കൂട്ടുന്ന തത്രപ്പാടിലായിരുന്നു നമ്മൾ. അവിടെ ഹക്ക് നോക്കിയില്ല. അമ്മിൻ ഹലാൽ അമ്മിൻ ഹറാം, ഇത് ഹറാമാണ് എന്റെ കീശയിലേക്ക് വരുന്നത്, ഇത് ഹലാലാണ് എന്റെ കീശയിലേക്ക് വരുന്നത് എന്നൊന്നും ചിന്തിക്കാതെ നോക്കാതെ സമ്പാദിച്ച മുഴുവൻ സമ്പത്തും വിട്ടുകൊണ്ടതാ, നേടിയ സമ്പാദ്യമെല്ലാം വിട്ടുകൊണ്ടതാ, ആരോരുമില്ലാത്ത അതാരുമില്ലാത്ത അലദ്ദൂദുൽ ഖുദൂദ ബഗാസ ഫീഹാ ഉഖൂലുൽ ബഹിയാതി തിറാബി. ദൂതുകളുള്ള പുഴുക്കളുള്ള പ്രിയപ്പെട്ടവരെ, ബൈത്തുദ്ദൂദ്, പുഴുക്കൾ നിറഞ്ഞു കിടക്കുന്ന, അവരെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന തലകറത്ത പുഴുക്കളുള്ള ആ കബറിലത മുകളിലും മണ്ണ് താഴെയും മണ്ണ്, ചുറ്റുഭാഗത്തും കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്ന, വല്ലാതെ പ്രയാസപ്പെടുന്ന, കൂരിട്ടുള്ള, ആരുടെയും സഹായമില്ലാതെ കബറിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ട രംഗത്തെ കുറിച്ച് ആലോചിച്ച് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമെ ഒരിറ്റ് കണ്ണുനീർ പൊഴിക്കാൻ ഈ ഒരു അവസരത്തിൽ നമുക്ക് സാധിച്ചോ? ചോദിക്കേണ്ട ചോദ്യം, നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യം പ്രിയപ്പെട്ടവരെ. നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് വേണ്ടി നമസ്കരിക്കുന്ന രംഗല്ലേ ഈ പള്ളിയിൽ തെക്ക് വടക്ക് ഇങ്ങനെ കിടത്തിയിട്ട് നമ്മുടെ ബന്ധുക്കളോ കൂട്ടുകാരോ മക്കളോ ഒക്കെ പറയാറുണ്ട്, ഇവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പുറത്തു കൊടുക്കണം. അങ്ങനെ ആ സന്ദർഭത്തെ കുറിച്ച് ആലോചിച്ചെടുത്ത് കണ്ണുനീർ പൊഴിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? കബറിലേക്ക് നമ്മെ അങ്ങ് വെച്ചിട്ട് അവർ പിരിഞ്ഞു പോരുന്ന രംഗം ആലോചിച്ചുകൊണ്ട് കരയാൻ നമുക്ക് സാധിച്ചോ? അവിടെ മലക്കുകൾ വരുന്ന രംഗമുണ്ട്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ട രംഗമുണ്ട്. നിന്റെ റബ്ബാരാ, നിന്റെ നേതാവാരാ, നിന്റെ ഇമാമാരാ, നിന്റെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് അതെല്ലാം കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിന്റെ മലായിക്കത്തുകൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് അവരതാ സന്തോഷത്തിന്റെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പുറപ്പെടുകയാ. പുതുമണവാളൻ നീ ആദ്യ രാത്രിയിൽ എങ്ങനെയാണോ കിടന്നുറങ്ങുന്നത് അതേപോലെ സമാധാനത്തോടുകൂടി
നീ ഇവിടെ കിടന്നുറങ്ങുക, നീ ഉറങ്ങിക്കൊള്ളുക എന്ന സന്തോഷത്തിന്റെ ആ ഒരു രംഗമാലോചിച്ചുകൊണ്ട് പടച്ച റബ്ബേ എനിക്ക് ആ സൗഭാഗ്യം നൽകി എന്നെ അനുഗ്രഹിക്കണേ റബ്ബേ എന്നാലോചിച്ചുകൊണ്ട് കരയാൻ എന്റെ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധിച്ചു. അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്ന സന്ദർഭം, അള്ളാഹുവിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ വലത് കൈയിൽ ഗ്രന്ഥവും ഇടത് കൈയിൽ ഗ്രന്ഥവും പേറിക്കൊണ്ട് പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ പോകുന്ന സമയത്ത് കരയാനായോ പ്രിയപ്പെട്ടവരെ? നമുക്കതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന രംഗൻ, നഫ്സി നഫ്സി നഫ്സിയാ, എന്റെ നഫ്സിന്റെ അവസ്ഥ എന്താ? എനിക്കെന്റെ കാര്യമാണ്, എന്റെ മക്കളുണ്ട് അവിടെ, ഭർത്താവുണ്ട് അവിടെ, അതുപോലെ തന്നെ ഭാര്യയുണ്ട് അവിടെ. ആ ഭാര്യയെയോ മക്കളെയോ ബാപ്പാനെയോ ആവശ്യമില്ലാത്ത രംഗം. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അറിയാത്തത് കൊണ്ടല്ല, പരിചയമില്ലാത്തത് കൊണ്ടല്ല. മഹ്ശറയിൽ ഒരുങ്ങി നിൽക്കുന്ന സന്ദർഭത്തിലതാ യുബസ്സറൂനഹും, അവർ കാണുകയാ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതല്ലേ എന്റെ കൂട്ടുകാരനെ, എന്റെ ഉറ്റ മിത്രത്തെ, എന്റെ ചങ്ക് ബ്രോ എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന എന്റെ കൂട്ടുകാരൻ അതാ അവിടെ നിൽക്കുന്നു. മൈൻഡ് ചെയ്യാൻ മനസ്സ് അനുവദിക്കുന്നില്ല, മനസ്സ് തോന്നുന്നില്ല. യുസ്അലു ഹമീമുൻ ഹമീമാ വലാ യുസ്അലു ഹമീമുൻ ഹമീമാ. തന്റെ ഉറ്റ മിത്രത്തെ കുറിച്ച് ചോദിക്കാൻ അവിടെ നേരമില്ല. ഒറ്റ ചങ്ങാതിയെ കൊല്ലങ്ങളോളമായി കണ്ടിട്ടതാ അവൻ അവിടെ നിൽക്കുന്നുണ്ട്, അവൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ വിശേഷം തിരിക്കാൻ അവിടെ നിൽക്കുന്നില്ല. ഒരാളും ഒരാളെ കുറിച്ചും പരതുന്നില്ല, ഒരാളും ഒരാളെ കുറിച്ചും ചോദിക്കുന്നില്ല. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിൻ യദിൻ ബിബനി വസാഹിബതി വഅഖി വഫസീലതിഹി അല്ലതി തുഗ്വി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. പ്രിയപ്പെട്ടവരെ, ആ രംഗത്തെ കുറിച്ച് എത്ര മനോഹരമായിട്ട് ഭയാനകപ്പെടുത്തുന്ന രൂപത്തിലെ അള്ളാഹു നമ്മോട് പറയുന്നത്. മക്കളെ കൊടുക്കാൻ ഞാൻ തയ്യാറാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കൊടുക്കാൻ ഞാൻ തയ്യാറാ, എന്റെ പിതാവിനെ കൊടുക്കാൻ ഞാൻ തയ്യാറാ, എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയതമയായ എന്റെ ജീവിതത്തിന്റെ പങ്കാളിയായ എന്റെ പ്രിയതമയെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാ, അവരെയും കൊടുക്കാൻ തയ്യാറാ. എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ മതി. അതല്ല, ഈ ലോകത്തെ മുഴുവൻ സംഗതികളും കൊടുക്കാൻ ഞാൻ തയ്യാറാ, എനിക്കൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി. ആ അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു രംഗത്തെ കുറിച്ച് ആലോചിച്ച് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമാത്തുകളെ നമുക്കൊന്ന് കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വല്ലാത്തൊരു രംഗമല്ലേ അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നജ്മിന്റെ അവസാന ഭാഗത്ത് നമ്മോട് പറയുന്ന, ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ആയത്തില്ലേ, മാനവ സമൂഹത്തോട് പടച്ച റബ്ബ് ചോദിക്കുകയാ, അസിഫത്തിൽ അസിഫ, അസിഫത്തിൽ അസിഫ, അതാ ഭയങ്കരമായ ഭീകരമായ ദിവസം നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുകയാ. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ, ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ. പ്രിയപ്പെട്ടവരെ, അവിടെ നിങ്ങൾക്ക് ആ ഭീകരതയെ രക്ഷപ്പെടുത്താൻ അല്ലാഹുവല്ലാതെ മറ്റൊരാളില്ല. എന്നിട്ട് ചോദിക്കുകയാ, ഇങ്ങനെയൊക്കെ ജീവിച്ച് ഭൗതികതയിൽ മതിമറന്നുകൊണ്ട് മരണത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ നന്മകളെക്കുറിച്ചോ തഖ്വയെക്കുറിച്ചോ ചിന്തിക്കാതെ മനുഷ്യ നീ അങ്ങനെ പോകുമ്പം അഫമൻ ഹാദൽ ഹദീസി തഅജബൂൻ, നീ എന്താ ഈ സംസാരങ്ങൾ കേട്ടിട്ട്, ഈ വർത്തമാനങ്ങൾ കേട്ടിട്ട്, ഈ ഉപദേശങ്ങൾ കേട്ടിട്ട് എന്തേ മനുഷ്യ നീ അത്ഭുതപ്പെടാത്തത്, നീ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? നീ അതിനെക്കുറിച്ച് ഇതൊക്കെ കേട്ടിട്ടും ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടും നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ആശ്ചര്യം തോന്നാതെ അത്ഭുതപ്പെടാതെ ഭൗതികതയുടെ ഭ്രമത്തിൽ അതിങ്ങനെ ഭ്രമിച്ചു നിൽക്കുകയാണോ? അള്ളാഹു നമ്മോട് ചോദിക്കുകയാ, ഇനിയും നിങ്ങൾക്ക് എങ്ങനെയാ ചിരിക്കാൻ സാധിക്കുന്നത്? ഇനിയും നിങ്ങൾക്ക് എങ്ങനെയാ ആഹ്ലാദിക്കാൻ സാധിക്കുന്നത്? പൊട്ടി പൊട്ടി ചിരിക്കാൻ എങ്ങനെയാ നിങ്ങൾക്ക് സാധിക്കുന്നത്? നിങ്ങൾ എന്താണോ കരയാത്തത്? അള്ളാഹു ചോദിക്കുന്ന വല്ലാത്തൊരു ചോദ്യമല്ലേ. നിങ്ങൾ എന്താ ചിരിക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, ഈ അവസാനത്തെ 10 അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വന്നിരിക്കേണ്ട സന്ദർഭത്തിലും അതിന്റെ ഒറ്റയിട്ട രാവുകൾ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവല്ലേ? 83 വർഷം തുടർച്ചയായി ഇബാദത്തെടുത്താൽ കിട്ടുന്ന പ്രതിഫലമല്ലേ ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്? ഈ പുണ്യമറിയാത്തവരല്ലല്ലോ നമ്മുടെ കൂടെയുള്ളവര്, ഈ പുണ്യത്തെ കുറിച്ച് മനസ്സിലാക്കാത്തവരല്ലല്ലോ നമ്മുടെ സഹോദരങ്ങള്, നമ്മുടെ യുവാക്കൾ. എന്താ, ആ വൈകുന്നേരം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അങ്ങാടിയിലൊക്കെ നടന്നു നോക്കുക. ഓരോ അങ്ങാടിയിലും ഓരോ പേരിട്ട് വിളിക്കുന്ന കുറെ ഉപ്പിലിട്ട സംഗതികളില്ലേ?
ഫുൾജാർ സോഡകളില്ലേ, പല കളറിലുള്ള വെള്ളങ്ങളില്ലേ, പല കളറിലുള്ള വസ്തുക്കളില്ലേ, അത് കഴിക്കാൻ വേണ്ടിയും അത് ഭക്ഷിക്കാൻ വേണ്ടിയും വരിയായി നിൽക്കുന്ന മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട നമ്മുടെയൊക്കെ മക്കളെ കാണുമ്പോ പ്രിയപ്പെട്ടവരെ സങ്കടമല്ലാതെ മറ്റെന്തു പറയാനാ? ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ചിരിക്കുകയാണോ? നിങ്ങൾ ആഘോഷിക്കുകയാണോ? നിങ്ങൾ സന്തോഷിക്കുകയാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളോടുള്ള ചോദ്യമാ. അങ്ങനെ ഷോപ്പിംഗ് മാളുകളിലും അങ്ങാടികളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോ അള്ളാന്റെ ഭവനത്തിലേക്ക് നിങ്ങൾ വരിക, അള്ളാന്റെ പള്ളിയിലേക്ക് നിങ്ങൾ വരിക. ഫമൻ ഗുരിമ ഫഖദ് ഗുരിമ കുല്ലു. ആർക്കെങ്കിലും ആ ലൈലത്തുൽ ഖദർ തടയപ്പെട്ടാൽ, ആ അവസാനത്തെ 10 ബർക്കത്തുകളും പുണ്യങ്ങളും തടയപ്പെട്ടാൽ, ബാക്കിയുള്ള എല്ലാ ഫഖദ് ഗുരിമൽ ഖൈറു കുല്ല, എല്ലാ നന്മകളും അവരിൽ നിന്ന് തടയപ്പെട്ടിരിക്കുന്നു. അവർക്ക് പിന്നെ നന്മയില്ല പ്രിയപ്പെട്ടവരെ, അവർക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നില്ല, പടച്ചറപ്പിന്റെ ഒരിക്കൽ പ്രതിഫലം ലഭിക്കുന്നില്ല. അത്രമാത്രം പവിത്രതയുള്ള അതാ അവസാനത്തെ 10 പ്രവാചകരൊന്ന് ഒരുങ്ങി പുറപ്പെടുകയാ, തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തുകയാ, രാത്രി അദ്ദേഹം ജീവിപ്പിക്കുകയാ. എന്തിനാ പ്രിയപ്പെട്ടവരെ? കാലിൽ നീര് വരുവോളം റസൂലുള്ള, ആ കാലിൽ നീര് വരുവോളം റസൂലുള്ള എന്തിനാ നമസ്കരിച്ചത്? അഫലാകൂന അബ്ദൻ ശകൂറയാ ആയിഷ, അല്ലയോ ആയിഷ, നന്ദിയുള്ള അടിമയായി ഞാൻ മാറേണ്ട ആയിഷ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരായിരുന്നു റസൂലുള്ള? അവസാനത്തെ 10 കൊടുങ്കാറ്റിനെ പോലെ വീശിയടിക്കുന്ന കാറ്റായി മാറിയില്ലേ? ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ അതിശയോക്തി തോന്നാൻ നമുക്ക്, അത്ഭുതം തോന്നാൻ നമുക്ക്. മരണപ്പെടുന്ന സമയത്ത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയെങ്കിൽ ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലായിരുന്നു. ആ റസൂലുള്ളാഹി കൂട്ടരെ, ആ അവസാനത്തെ 10 ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ കൊടുങ്കാറ്റായിരുന്നു പറയുമ്പോ എന്താണ് പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്? കിടന്നുകൊണ്ട് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോഴാ കിടന്ന കിടക്കപ്പായയുടെ അടയാളം പ്രവാചകന്റെ പുറത്ത് കണ്ടിരുന്നില്ലേ? ഒരു യുദ്ധത്തിനുള്ള വലിയ ആളം വരുമ്പോ, സാമ്പത്തികമായി വല്ലാതെ പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോ നിങ്ങളെ കയ്യിലുള്ളത് കൊണ്ടുവരി എന്ന് പറഞ്ഞപ്പോ, ഇന്നെങ്കിലും എനിക്ക് അബൂബക്കറിനെ ഒന്ന് പരാജയപ്പെടുത്തണം, എല്ലാ വിഷയത്തിലും എന്നെ പരാജയപ്പെടുത്തുകയാ അബൂബക്കർ. പക്ഷെ ഇന്ന് എനിക്കൊന്ന് അബൂബക്കറിനെ പരാജയപ്പെടുത്തണം എന്ന് വിചാരിച്ച് തന്റെ സമ്പത്തിന്റെ പകുതിയോളം പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുകയല്ലേ? അങ്ങനെ വെച്ചു കൊടുത്തിട്ടതാ അള്ളാഹുവിന്റെ റസൂലിനോട് പറയാ, പ്രവാചകരെ, എന്റെ സമ്പത്തിന്റെ പകുതി മുഴുവൻ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. തുടർന്നതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരിക, അബൂബക്കർ ഞാൻ പരാജയപ്പെടുത്തി, എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ കൊടുത്തു എന്ന അഭിമാനത്തോടുകൂടി നിൽക്കുന്ന ഉമറിന്റെ മുമ്പിലേക്കതാ അള്ളാഹുവിന്റെ റസൂലേ, ഇനി എന്റെ വീട്ടിൽ നങ്ങയും വള്ളയും അല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല റസൂലേ. എന്റെ വീട്ടിലുള്ളത് പ്രവാചകരെ നിങ്ങളും റസൂലുമല്ലാതെ മറ്റൊരു സമ്പത്തും എന്റെ കയ്യിൽ റസൂലേ. എന്റെ സമ്പത്തും മുഴുവനിതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവരുടെ സ്വഭാവം എന്താ? ഇങ്ങനെയുള്ള ഒരു അനുയായികളുടെ പിൻഗാമികളായി നമ്മൾ ജീവിക്കുമ്പോ എല്ലാവിധ അനാചാരങ്ങളും എല്ലാവിധ തോന്നിയാസങ്ങളും എല്ലാവിധ വേണ്ടാത്തരങ്ങളും ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും. കേൾക്കണം മുസ്ലിമേ, ഈ ആയത്ത് റസൂലുള്ളാഹിന്റെ അനുയായികൾ എങ്ങനെയായിരുന്നു അവരുടെ സ്വഭാവം? മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന മഅഹു, അവരുടെ കൂടെയുള്ള അനുയായികള് അശിദ്ദാഉ അലൽ കുഫാർ, കാഫിരീങ്ങളുടെ സ്വഭാവത്തോട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ലാത്ത ആളുകളായിരുന്നു. കാഫിരീങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും സ്വഭാവം തന്റെ വീട്ടിലേക്കോ തന്റെ സ്വഭാവത്തിലേക്കോ തന്റെ കുടുംബത്തിലേക്കോ തന്റെ കിടപ്പറയിലേക്കോ പാടില്ല എന്ന വാശിയുള്ള ആളുകളായിരുന്നു മുഹമ്മദുൻ റസൂലുള്ളാഹി വല്ലദീന മഅഹു. പ്രവാചകന്റെ കൂടെയുള്ള അനുയായികൾ അതായിരുന്നു സ്വഭാവം. എന്ത്? കാഫിരീങ്ങളുടെ സ്വഭാവം വേണ്ട, ക്രിസ്ത്യാനികളുടെ സ്വഭാവം വേണ്ട, ജൂതന്മാരുടെ സ്വഭാവം എന്റെ ജീവിതത്തിലേക്ക് വരണ്ട എന്ന് വാശിയുള്ള ആള്. നേരെ മറിച്ച് റുഹമാഉ ബൈനഹും, തന്റെ കൂടെയുള്ള സഹപാഠികളോട്, സുഹൃത്തുക്കളോട്, കൂട്ടുകാരോട്, കുടുംബക്കാരോട്, ബന്ധുക്കളോട് കാരുണ്യത്തോടുകൂടി വർത്തിച്ചവരല്ലേ അവര്. ഏറ്റവും വലിയ ഉദാഹരണം എന്താ? തന്റെ കഴുത്തിൽ മുണ്ടിട്ട് മുറക്കിയ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു അറാബിയായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞില്ലേ, മുഹമ്മദേ എനിക്ക് വല്ലതും തരണേ എന്ന്, എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് വല്ലതും തരണേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ അബൂബക്കർ അയാളെ തല്ലാൻ ഒരുങ്ങിയപ്പോ തടഞ്ഞില്ലേ, അയാൾക്ക് വല്ലതും ഭക്ഷണം കൊടുക്കുകയെന്ന് റസൂലുള്ളാഹി അബൂബക്കറിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. കാരുണ്യവാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഇതായിരുന്നു സ്വഭാവം. നമ്മൾ നമ്മുടെ എല്ലാ കാഫിര്യങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും ഒക്കെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളെയും നമ്മുടെ ജീവിതത്തിലേക്ക് എന്ന് മാത്രമല്ല നമ്മുടെ അടുക്കളയിലേക്ക് ബെഡ്റൂമിലേക്ക് വരെ കൊണ്ടുവന്ന് ഇതൊന്നും വലിയ പ്രശ്നമല്ല. എത്രത്തോളം എത്തി? എന്തേ മോളെ പള്ളിക്ക് വരാത്ത്? മോളെ പള്ളിക്ക് കൊണ്ടുവന്നൂടെ? എന്താ മോള് പള്ളിക്ക് വരാത്ത് ചോദിക്കുമ്പോ പള്ളിക്ക് വരാൻ ഓക്ക് വലിയ പ്രയാസം, ഓക്ക് താല്പര്യമില്ല, വരാൻ പൂതിയില്ല, അല്ലെങ്കിൽ വരാൻ തോന്നുന്നില്ല. എന്നാലോ ഇതേ മകള് തന്നെയല്ലേ അങ്ങാടിയിൽ രാവും പകലുമില്ലാതെ കറങ്ങി നടക്കുന്ന മക്കളല്ലേ? അതിന് ഈ വാപ്പാക്കൊരു പ്രശ്നമില്ല, അതിനുമ്മാക്കൊരു വിഷയമില്ല. അവരെ കറക്കാൻ വിടാനും നടച്ചെത്താൻ വിടാനും അതുപോലെ തന്നെ ഏതെങ്കിലും ബീച്ചുകളിലോ ഏതെങ്കിലും പാർക്കുകളിലോ ഏതെങ്കിലും ഹോട്ടലുകളിലോ നോമ്പ് തുറക്കാൻ, നോമ്പ് സൽക്കാരം വെക്കാൻ ഇതൊരാചാരാണ്. പാർക്ക് പോവാം, ഏതെങ്കിലും പാടത്ത് 4 ലൈറ്റ് വെക്കാം. അങ്ങനെ ലൈറ്റ് വെച്ച് അതിന്റെ താഴെ നോമ്പ് തുറന്നാലേ നമ്മുടെ മക്കൾക്കൊക്കെ നോമ്പ് തുറക്കലാവൂ. ഏതെങ്കിലും ബിരിയാണിയുള്ള പള്ളി കണ്ടാലേ നമ്മുടെ മക്കൾക്ക് നോമ്പ് തുറക്കാനാകൂ. അങ്ങനെയുള്ള വല്ലാത്തൊരു വൈകൃതങ്ങളിലേക്ക് ഓരോ റമദാനും കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ റസൂല് അവസാനത്തെ 10 പള്ളിയിലേക്ക് വരണേ, ഏതെങ്കിലും മൂലയിരുന്ന് പടച്ചിറപ്പിനെ ഓർത്ത് കരയണേ, നമസ്കരിക്കണേ, ദിക്ർ ചൊല്ലണേ, ചെയ്തു പോയ കുറ്റങ്ങൾ എവിടെയെങ്കിലും പാപങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ കഴുകി തുടച്ചുകൊണ്ട് തനസ്സലുൽ മലായിക, ആ മലായികത്തുകൾ ഇറങ്ങുന്ന രാവിലെ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള രാവ്. തങ്ങളുടെ പിന്നാലെ വന്നിരുന്നു കൊണ്ട് തങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് റബ്ബേ നീ ഇവർക്ക് ഉത്തരം കൊടുക്കണേ, ഇവരുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് നമുക്ക് വേണ്ടി ഭൂമിയുടെ ചരൽക്കല്ലുകളെക്കാൾ എണ്ണമുള്ള മലായികത്തുകൾ അങ്ങനെ വന്നിറങ്ങുന്ന രാവുകളല്ലേ പ്രിയപ്പെട്ടവരെ നമ്മളിലൂടെ കടന്നു പോകുന്നത്. നമുക്കത് വേണ്ട, നമുക്കത് ചിന്തയില്ല, ആലോചനയില്ല, നമ്മുടെ മക്കളെ അങ്ങോട്ട് കൊണ്ടുവരുന്നില്ല, പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പോലും നമുക്ക് മടി കാണിക്കൊന്നു താല്പര്യമില്ല. ഓരോന്റെ ഇഷ്ടത്തിൽ നടക്കട്ടെ, ഓരോ ഇഷ്ടത്തിൽ നടക്കട്ടെ, നമ്മുടെ പള്ളിയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ഒരു ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹു അല്ലാതെ രക്ഷപ്പെടുത്താനും മറ്റാരുമില്ല. എന്നിട്ട് പറയാ അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ വതളഹകൂന വലാ തബ്കൂൻ. അങ്ങനെ ചിരിച്ച് മതോന്മത്തരായി നടക്കുന്ന പകരം നിങ്ങൾ എന്താണ് കരയാത്തത്? നിങ്ങളെന്ത് കരയുന്നില്ലെന്ന് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് അടുക്കാൻ ഈ വാർത്തകളൊക്കെ കേട്ടിട്ടും ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടും ചിന്തിച്ചിട്ടും നിങ്ങൾക്കിപ്പോഴും എന്താ ആശ്ചര്യം തോന്നാത്തത്? നിങ്ങൾക്ക് എന്താ അത്ഭുതം തോന്നാത്തത്? നിങ്ങൾ എന്താണ് കരയാത്തത് എന്ന് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക. വഅൻതും സാമിദൂൻ. അവസാനമായിട്ട് അവസാനിപ്പിക്കുന്നത് എങ്ങനെ? നിങ്ങൾ അശ്രദ്ധയിലായിട്ട് കഴിഞ്ഞുകൂടാണോ? എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾ അശ്രദ്ധയിലാണോ? ഇപ്പോൾ നിങ്ങൾ അശ്രദ്ധയിൽ കഴിഞ്ഞുകൂടാണോ? നിങ്ങൾ അള്ളാഹുവിലേക്ക് സുജൂദ് ചെയ്ത് പ്രാർത്ഥനയോടുകൂടി പടച്ചറപ്പിലേക്ക് അടുക്കാൻ നിങ്ങൾക്ക് നേരമായില്ലേ, സമയമായില്ലേ? അങ്ങനെ ഓർത്തൊന്ന് കരയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചോ? ഇനിയും പ്രിയപ്പെട്ടവരെ അവസാനിച്ചിട്ടില്ല. ഇനിയുള്ള ദിനങ്ങളും രാവുകളും ഒക്കെ ഈ സമയത്ത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് വിങ്ങിപ്പൊട്ടി സങ്കടം പറയാൻ എല്ലാ മേഖലകളിൽ നിന്നും പ്രിയപ്പെട്ടവരെ, എല്ലാ വിനോദങ്ങളിൽ നിന്നും എല്ലാ ആഘോഷങ്ങളിൽ നിന്നും മാറി നിന്നിട്ട് അള്ളാഹുവെ എന്റെ നോമ്പ് കൊണ്ട് എന്താണ് ഞാൻ നേടിയത് എന്ന ആലോചനയോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ എന്റെ നോമ്പ് സ്വീകരിച്ചോ ഇല്ല എന്ന പേടിയോടുകൂടി അല്ലെ നമ്മൾ പ്രാർത്ഥിക്ക് തേടേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആയത്തിറങ്ങാം. സ്വഹാബിമാർക്ക് നൽകിയതിൽ ഈ ആയത്ത വല്ലദീന യുഅ്തൂന മാ അത്തൗ വഖുലൂബുഹും വജില. സ്വഹാബിമാരെ കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും നൽകപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഹൃദയം പിടക്കുമത്രേ. അവർ കയ്യിലത് കൊടുക്കുക. അധ്വാനിച്ചുണ്ടാക്കിയ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം തന്റെ കീശയിൽ നിന്ന് പാവങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കരയും. തങ്ങൾ താരകർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അവർ കരയും. അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് എടുത്തു കഴിഞ്ഞാൽ അവർ കരയും. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അവർ കള്ളു കുടിക്കുന്നവരാണോ പ്രവാചകര്? അവർ വ്യഭിചരിക്കുന്നവരാണോ പ്രവാചകര്? അവർ മോഷ്ടിക്കുന്നവരാണോ പ്രവാചകര്? അല്ല അബൂബക്കറിന്റെ മകളെ, അവർ കള്ളു കുടിക്കുന്നവരല്ല. അവർ മോഷ്ടിക്കുന്നവരല്ല,
അവർ വ്യഭിചരിക്കുന്നവരല്ല, മറിച്ച് അവർ കയ്യിലുള്ളത് നൽകിയിട്ട് അള്ളാന്റെ മാർഗത്തിൽ വിനിയോഗിച്ച് അവർ കരയാനുള്ള കാരണം അവരൊന്നും അള്ളാഹു സ്വീകരിക്കില്ലേ എന്നുള്ള പേടിയായിരുന്നു. പടച്ചറബ്ബേ, നമ്മൾ സ്വീകരിച്ചല്ലേ നമുക്കറിയില്ല. പ്രിയപ്പെട്ടവര്, ചെയ്തു പോയ കർമ്മങ്ങൾ എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ നികത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ദിവസങ്ങൾ ഇനിയും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഐനുൻ ബഖത്ത് മിൻ ഖശിയത്തില്ല, അള്ളാഹിനെ കുറിച്ച് ഓർത്ത് കണ്ണുനീർ. പ്രിയപ്പെട്ടവരെ, അത് നരകത്തിൽ പ്രവേശിക്കൂല. 2 തുള്ളികൾക്ക് നരകപ്രവേശനമില്ല. ഏതുപോലെ പശുവിന്റെ അകട്ടിൽ നിന്ന് കറന്നെടുത്ത പാല് പശുവിന്റെ അകട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാത്തതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണുനീർ തുള്ളികൾ നരകത്ത് പ്രവേശിക്കൂല. അള്ളാഹിനെ ഓർത്ത് കരഞ്ഞ കണ്ണുനീർ. ഇനിയുള്ള ദിനങ്ങളും ഇനിയുള്ള രാവുകളും പടച്ചറബിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞ് റബ്ബിലേക്ക് അടുത്തുകൊണ്ട് ചെയ്തു പോയ കാര്യങ്ങളെ കുറിച്ച് എടുത്തെടുത്ത് പറഞ്ഞു, പടച്ചറബേ, എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്തിക്കൊണ്ട് ഇന്ന് 25-ാം രാവിന്റെ നിറവിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുക. പള്ളിയിലേക്ക് കുടുംബസമേതം വന്ന് മക്കളെയും കുട്ടികളെയും കൂട്ടി നമ്മൾ പള്ളിയിലേക്ക് വന്ന് അഹ്യാലൈലഹു എന്ന പ്രവാചകന്റെ ആ ഒരു സുന്നത്തിനെ അനുധാവനം ചെയ്തുകൊണ്ട് രാത്രിയെ സജീവമാക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ല പ്രിയപ്പെട്ടവരെ, അടുത്ത റമളാനിൽ നിറഞ്ഞ മനസ്സോടുകൂടി ഇവിടെ കൂടിയിരിക്കാൻ പറ്റുമെന്ന് എനിക്കോ നിങ്ങൾക്ക് ഉറപ്പില്ല. ഒരു മഴ വന്നാൽ മതി, കയ്യിലൊരു മഴ വന്നാൽ മതി, തുപ്പുമ്പോ ചോര വന്നാൽ മതി, മൂത്രയിക്കുമ്പോ ചോരന്റെ അടയാളം കണ്ടാൽ മതി, നമ്മളെ കഴിഞ്ഞു, നമ്മളെ നോമ്പ് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അടുത്ത വർഷം ഇതേപോലെ നിറവിൽ എനിക്ക് ഇരിക്കാൻ കഴിയുമോ? എന്റെ ജീവിതത്തിന്റെ കഥ എന്താ? എന്റെ അവസ്ഥ എന്താ? അതല്ല പടച്ചറപ്പിന്റെ രോഗമെന്ന പരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൂടേണ്ട ആളുകളായിരിക്കുമോ നമ്മള്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക. എന്തെങ്കിലും ഒന്ന് ടെസ്റ്റ് എടുത്തി, ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തതാ, ഒന്ന് ആലോചിക്കാണ്ട് ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യണം, ടെസ്റ്റ് ഒന്ന് എടുത്ത് അയക്കാണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ തീരാവുന്നതുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് കിട്ടിയ സന്ദർഭത്തെ പരമാവധി ഉപയോഗപ്പെടുത്തി മരണത്തെ ധന്യമാക്കാൻ സാധിക്കണം. പ്രവാചകന്റെ മുമ്പിലൊരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പ്രവാചകൻ വജബത്ത് എന്താ പറയാൻ കാരണം? അവിടെയുള്ള ആളുകളൊക്കെ മയ്യത്തിങ്ങനെ കൊണ്ടുപോയപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ആളുകൾ പറഞ്ഞു, എന്തോ ഒരു നല്ല മനുഷ്യനെ അയാൾ പോയല്ലോ, വല്ലാത്തൊരു നഷ്ടം തന്നെ. പ്രവാചകൻ പറഞ്ഞു വജബത്ത്. വേറെ മയ്യത്ത് കൂടി കടന്നുപോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ സംസാരം കേൾക്കാം. കുറെ കാലം ജീവിച്ചു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആൾക്ക് ഉണ്ടാക്കിയാണ്, പ്രയാസം ഉണ്ടാക്കിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ വജബത്ത് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ അനുയായികൾ റസൂലുള്ളാഹിയോട് ചോദിച്ചു, എന്താ റസൂലേ ഈ പറഞ്ഞത്? 2 മയ്യത്ത് കൊണ്ടുപോയ വജബത്ത് എന്ന് പറഞ്ഞപ്പോ, ആദ്യം വജബത്ത് എന്ന് പറഞ്ഞ് നീ ആ മയ്യത്തിനെ കുറിച്ച് നിങ്ങൾ നല്ലത് പറഞ്ഞപ്പോ വജബത്ത് അലൈഹി ജന്ന, ആ മയ്യത്തിന് സ്വർഗം ഉറപ്പായി എന്ന. രണ്ടാമത് അതിന്റെ പോരായ്മകളും ന്യൂനതകളും അതിന്റെ മോശവുമാണ് നിങ്ങൾ പറഞ്ഞത്. വജബത്ത് അലൈഹി നാർ, നരകം അതിന് ഉറപ്പായി എന്ന. നമ്മളെ കുറിച്ച് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് കാലശേഷമുള്ള ആളുകൾ നല്ലത് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ, അത് മതി നമ്മുടെ ജീവിതത്തിൽ. ഇപ്പൊ കഴിഞ്ഞ ഈ നോമ്പിന്റെ തുടക്കത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ PN ഹക്കീം സാഹിബിന്റെ ഭാര്യ നമസ്കാരത്തിൽ നോമ്പോടുകൂടി നമസ്കാരത്തിലേക്ക് ആ ഒരു നമസ്കാരത്തിന്റെ വസ്ത്രമണിഞ്ഞ് ആ നിസ്കാരക്കുപ്പായം അണിഞ്ഞ് ഇപ്പൊ നമസ്കാരത്തിലേക്ക് മുസല്ലയിലേക്ക് ചെന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ പടച്ചറപ്പിന്റെ വിളിക്ക് ഉത്തരം നൽകി ലോകത്തിന് യാത്രയാകുമ്പോ ഒരുപാട് സത്യങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ എന്നോടും നിങ്ങളോടും പറഞ്ഞുകൊണ്ട അത്തരത്തിലുള്ള മരണം നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോകുന്നത്. അള്ളാന്റെ മുമ്പിലേക്ക്, അള്ളാന്റെ പള്ളിയിലേക്ക് നടന്നു വരുന്ന ഒരു പ്രായം ചെന്ന വൃദ്ധനായ 65-കാരൻ മനുഷ്യൻ അള്ളാന്റെ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഉദു എടുത്ത് ആ ശുദ്ധിയോടുകൂടി പള്ളിയിലേക്ക് ഇശാ നമസ്കാരത്തിൽ നടന്നു വരുമ്പോ ഒരു വണ്ടി തട്ടി ഒഴുകുന്ന സ്പോട്ടിൽ മരിക്കുമ്പോ പ്രിയപ്പെട്ടവർ ഒരുപാട് കഥകള്, ഒരുപാട് കാര്യങ്ങൾ, പാഠങ്ങൾ നമുക്ക് അതിലൂടെ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ നമ്മുടെ സഹോദരി ഹക്കീം സാഹിബിന്റെ ഭാര്യ മരണപ്പെടുമ്പോൾ ഒരുപാട് സത്യങ്ങൾ, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് അവർ നമ്മളെ വിട്ടുപിരിഞ്ഞത്. ഒരുപാട് നന്മകൾ, എത്രയോ കിണറുകൾ കുഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ കിണറിൽ നിന്ന് കുടിക്കുന്ന വെള്ളം ഇപ്പോഴും ആ കിണറിന് എത്ര ആളുകൾ വെള്ളം കുടിക്കുന്നോ അവരുടെ നന്മയുടെ അക്കൗണ്ടിലേക്ക് അതിന്റെ അംശം വന്നുകൊണ്ടിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, അവരിന്ന് ലോകത്ത് ജീവിച്ചിരിക്കില്ല. ഇങ്ങനെയുള്ള അടയാളങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് ലോകത്ത് ഇവിടെ പറയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണം ധന്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ചോദിക്കുക, ധന്യമല്ലേ അബൂ ഹുറൈറ മരണം, ധന്യമല്ലേ ജീവിതം എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം കരയാ, പൊട്ടി കരഞ്ഞുകൊണ്ട് പറയാ, എന്റെ പാപം എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ പാപത്തെ കുറിച്ച് ആലോചിച്ച് അത് കഴുകി തുടച്ച് വൃത്തിയാക്കി
ജനങ്ങൾ ഹജ്ജ് നിർവഹിച്ച് അറഫാത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ജനങ്ങളോട് പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചൊരു വാക്ക അസ്തഗ്ഫിറുല്ലാഹ്. വല്ല പാപം ബാക്കി ഉണ്ടാവും അറഫാത്തിൽ നിന്ന് പോരുമ്പോ? ഇല്ലല്ലോ. എന്നിട്ട് അവസാനം വല്ല പാപം എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി കഴുകി തുടച്ച് വൃത്തിയാക്കട്ടെ എന്ന നിലക്ക് അസ്തഗ്ഫിറുല്ലാഹ് ഇസ്തിഗ്ഫാറോടുകൂടി ഈ റമദാനെ യാത്രയാക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിലുള്ള വിശ്വാസികളിൽ സൽസ്വഭാവികൾ സൽഗുണ സമ്പന്നരായിക്കൊണ്ട് പടച്ചറബിൽ സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടാൻ സാധിക്കുന്ന എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇനിയുള്ള ദിനങ്ങൾ അത് നികത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഇരുന്ന് അള്ളാഹ്ക്ക് വേണ്ടി കരയാൻ സാധിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ കുറിച്ച് സ്വയം വിചാരം നടത്തിക്കൊണ്ട് തെറ്റുകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് പോരായ്മകളിൽ നിന്ന് മാറുന്നുകൊണ്ട് ഇനിയുള്ള ജീവിതം ഈ രൂപത്തിലായിരിക്കും എന്റെ ജീവിതം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹം റാഹിമേ, ഞങ്ങൾ നമസ്കരിക്കുന്ന നമസ്കാരം, അനുഷ്ഠിക്കുന്ന നോമ്പുകൾ, എല്ലാ ഇബാദത്തുകളും റബ്ബേ ഞങ്ങൾ സ്വീകരിക്കണമേ റബ്ബേ. സ്വീകരിക്കാതെ പഴന്തുണി കഷ്ണം വലിച്ചെറിയുന്നത് പോലെ ഞങ്ങളെ കർമ്മങ്ങളെ വലിച്ചെറിയുന്ന ഒരു വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ല റബ്ബേ. പടച്ചറബ്ബേ, ഈ രൂപത്തിൽ ജീവിക്കുവാനും ഇതേപോലെ നാളെ നിന്റെ ദിനാത്തിൽ ദിവസം ഒരുമിച്ച് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണമേ റബ്ബേ. ഈ മാനോടുകൂടി ജീവിക്കുവാനും ഈ മാനോട് മരിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അർഹം റാഹിമേ, മാതാപിതാക്കൾ എത്ര ചെയ്തു കൊടുത്താലും മതിയാകില്ല നാഥ, എത്ര പ്രാർത്ഥിച്ചാലും മതിയാകില്ല നാഥ. റഹ്മാനെ, നിന്റെ കാരുണ്യത്തിൽ നാവോളും കാരുണ്യം അവർക്ക് നീ ചൊരിഞ്ഞു കൊടുക്കണേ റബ്ബേ. പടച്ചറബേ, മരിച്ചുപോയവരുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്. ജീവിച്ചിരിക്കുന്ന എല്ലാവിധ ഖൈറും ബർക്കത്തും ആരോഗ്യം ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. മരിച്ചവർക്ക് അവരെ ഖബറിനെ വിശാലമാക്കി ഞങ്ങളെയും അവരെയും ജന്നാത്തിൽ ഒരുമിച്ച് കൂടുന്ന റബ്ബേ. സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. സ്വാലിഹീങ്ങളെ സന്താനങ്ങളാക്കി ഞങ്ങളെ മക്കളെ നീ വളർത്തണ റബ്ബേ. ഞങ്ങളെ മക്കൾക്ക് കുടുംബത്തിന് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണം റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വർഹംനാ യാ അർഹമർ റഹീമീൻ വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.